BSNL കരാർ തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക്. കരാർ തൊഴിലാളികളെ അന്യായമായി പിരിച്ചുവിടുന്ന BSNL മാനേജ്മെന്റിന്റെ നടപടികൾ പ്രതിഷേധിച്ച് കോഴിക്കോട് മാനാഞ്ചിറയിലുള്ള BSNL ഓഫീസിന് മുന്നിൽ തൊഴിലാളികൾ ധർണ നടത്തി. ധർണ CITU സംസ്ഥാന കമ്മിറ്റി മെമ്പർ കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളുടെ ഭാഗമായി തൊഴിലാളികളെ പിരിച്ചുവിടുന്ന BSNLിലെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. കോഴിക്കോട് മാനാഞ്ചിറയിലെ ഓഫീസിന് മുമ്പിൽ BSNL കാഷ്വൽ കോൺട്രാക്ട് ലേബേഴ്സ് യൂണിയൻ CITU പ്രതിഷേധിച്ചു. മാനാഞ്ചിറ എക്സ്ചേഞ്ച് IM വർക്ക് 24 മണിക്കൂറാക്കി നിജപ്പെടുത്തുക, തൊഴിലാളികൾക്ക് മിനിമം വേതനം അനുവദിക്കുക, കരാർ തൊഴിലാളികളെ അന്യായമായി പിരിച്ചുവിടുന്നത് അവസാനിപ്പിക്കുക, BSNL മാനേജ്മെന്റ് നീതി പാലിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധം. തൊഴിലാളികളെ പിരിച്ചുവിടുന്ന നടപടി BSNL അവസാനിപ്പിക്കണമെന്ന് BSNL കാഷ്വൽ കോൺട്രാക്ട്സ് ലേബേഴ്സ് യൂണിയൻ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി CK വിജയൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഓരോ മേഖലയും വിറ്റഴിക്കുന്ന സമീപനത്തിലേക്കാണ് BJP പോകുന്നത്. ഇതിൻ്റെ ഈ നയത്തിൻ്റെ ഭാഗമാണ് ഈ BSNL എല്ലാം തന്നെ തൊഴിലാളികളെ പുറത്താക്കുന്നത്. നിർബന്ധമായും മാനേജ്മെൻറ്റ് ഇടപെട്ടുകൊണ്ട് ഇത്തരം തൊഴിലാളികളെ പട്ടിണിക്കിടാതെ എത്രയും പെട്ടെന്ന് ഈ പരിഹരിച്ച് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഇടപെടലുകൾ BSNL മാനേജ്മെൻറ്റ് കൈക്കൊള്ളുന്നതാണ് ഞങ്ങൾക്ക് BSNL കാഷ്വൽ കോൺട്രാക്ട് ലേബേഴ്സ് യൂണിയൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിരിച്ചുവിടൽ കത്ത് ലഭിച്ചപ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെന്ന് BSNL തൊഴിലാളിയായിരുന്ന ഗിരീഷ് CV കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഞാൻ 30 വർഷത്തോളം BSNL വർക്ക് ചെയ്തത്, 31 വർഷമായി. ആദ്യം അരീക്കാട് BSNL സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ചെയ്യുന്നത്, പിന്നെ ഇവിടെ GMOS വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2018 മുതൽ ഇവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ പെട്ടെന്നുള്ള ഈ സമയം എൻ്റെ കുടുംബത്തിൽ നിൽക്കാൻ കൂടുതൽ ഏറ്റവും നിന്ന സ്ഥാപനമാണ് BSNL. അപ്പോൾ ഇതിന് വല്ലാത്തൊരു വേദനയുടെ മനസ്സിൽ. പിരിച്ചുവിട്ട 2 തൊഴിലാളികളെ തിരിച്ചെടുത്തില്ലെങ്കിൽ വൻ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. കഴിഞ്ഞ വർഷം നവംബറിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം 12 തൊഴിലാളികളെ അന്യായമായി പിരിച്ചുവിട്ടിരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.